Hello everyone, welcome back. Now I am going to discuss the remaining topics in cookies and URL encoding part 2. How to enable or disable cookies for different browsers. So different web browsers കേസസിലുള്ള കുക്കീസ് എനേബിൾ ഡിസേബിൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. നമ്മൾ രണ്ട് കേസസ് നോക്കുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ കേസും മോസില്ല ഫയർഫോക്സിൻ്റെ കേസും. So first we are looking the Internet Explorer. How to enable or disable cookies for Internet Explorer. So ഇവിടെ ടൂൾസിൽ Internet Options കമാൻഡ് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രൈവസി ടാബ് നമുക്ക് വരും. So use the slider control to set the security level to accept or block cookies. So നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി ലെവല് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. കുക്കീസിനെ ആക്സെപ്റ്റ് ചെയ്യണോ ബ്ലോക്ക് ചെയ്യണോ എന്ന് വേണ്ടിയിട്ട് പ്രൈവസി ടാബിൻ്റെ അകത്ത്. Here is how to enable or disable cookies for Mozilla Firefox. ഇതിൻ്റെ കേസസിൽ നമ്മൾ ഫസ്റ്റ് എന്തിൽ പോവുക, ടൂൾസിൽ പോവുക, അവിടെ ഓപ്ഷൻസ് എന്ന കമാൻഡ് സെലക്ട് ചെയ്യുക, അവിടെ പ്രൈവസി ഐക്കൺ വരും. അങ്ങനെ പ്രൈവസി ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് ദ യൂസ് കസ്റ്റം സെറ്റിംഗ്സ് ഫോർ ഹിസ്റ്ററി ഓപ്ഷൻ from the Firefox will drop down list. So Firefox will drop down list il ninnum custom setting history de custom setting option select cheyya and check or uncheck the accept cookies from site option and select an item from the keep until drop down list. So നമ്മൾ എന്താണ് accept cookies from site optionil നമ്മൾ ചെക്കോ അൺചെക്കോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഡ്രോപ്പ് ഡൗൺ കീപ്പ് അണ്ടർ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഒരു ഐറ്റത്തെ സെലക്ട് ചെയ്യണം. സോ അങ്ങനെയാണ് മോസില്ല ഫയർഫോക്സിൻ്റെ കേസസിൽ കുക്കീസിനെ എനേബിളും ഡിസേബിളും ആക്കുന്നത്. ഹിയർ ഇസ് ആൻ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വിത്ത് ഡിസേബിൾഡ് കുക്കീസ്. കുക്കീസ് ഡിസേബിൾ ആക്കിയ ഒരു വിൻഡോ ആണ്. സോ ഇവിടെ നമ്മൾ പ്രീവിയസ് എന്താണ് എക്സാമ്പിൾ സ്റ്റെപ്സിൽ കണ്ടതുപോലെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അവിടുത്തെ ടാബ് ഓപ്ഷൻസിൽ പോയിട്ട് അതിൻ്റെ അകത്ത് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇൻ്റർനെറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ കമാൻഡ് ക്ലിക്ക് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് വരുന്ന വിൻഡോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അവിടെ മൂന്നാമതായിട്ട് കിടക്കുന്ന പ്രൈവസി ടാബിൽ ക്ലിക്ക് ചെയ്യണം. പ്രൈവസി ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഒരു എന്താണ് സ്ലൈഡർ കൺട്രോൾ വിൻഡോ വരും. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എന്താണ് സെക്യൂരിറ്റി ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സെക്യൂരിറ്റി ലെവൽ സെറ്റിങ്സിൽ ഇൻ്റർനെറ്റ് സോൺ അലോ ചെയ്യണോ ബ്ലോക്ക് ചെയ്യണോ, പോപ്പപ്പ് ബ്ലോക്ക് ചെയ്യണോ, ഈ പ്രൈവറ്റ് ഫിൽറ്ററിങ് വേണോ വേണ്ടയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സെക്യൂരിറ്റി ലെവൽസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ആൻ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഡയലോഗ് ബോക്സ് വിത്ത് ഡിസേബിൾഡ് കുക്കീസ്. So in how to use URL encoding, when you use URL encoding, a query string that consists of attribute value pairs is added to the end of the URL. അപ്പം URLൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു ആട്രിബ്യൂട്ട് വാല്യൂ പെയർ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട് നെയിം ഈക്വൽ ടു വാല്യൂ അത് കൊടുക്കുന്നത്. സോ ദ ക്യൂറി സ്ട്രിങ്സ് ആർ ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഇൻ ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് ആങ്കർ എലമെൻറ്റ്സ്. ആങ്കർ എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് വാല്യൂ പാസ് ചെയ്യുന്നത്. So to pass information from one page to another page, നമ്മൾ അതിൻ്റെ റീഡയറക്റ്റ് ചെയ്യേണ്ട ലിങ്ക് കൂടെ നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യും. So query strings can also be used in the URLs that specified for response.redirect, response.redirect permanent or server transfer calls. They can be used in the postback URL property of the control button. ബട്ടൺ കൺട്രോളിൻ്റെ പോസ്റ്റ്ബാക്ക് URL പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് റെസ്പോൺസ് റീഡയറക്റ്റ് പെർമനൻറ്റ്, സെർവർ ട്രാൻസ്ഫർ കോൾസ്. നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിലേക്ക് മറ്റൊരു പേജിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ആ ബട്ടൺ കൺട്രോളിൻ്റെ അവിടെ പോസ്റ്റ്ബാക്ക് URL പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം. നമ്മൾ കൺട്രോൾ ബട്ടൺസ് ഒക്കെ പഠിച്ചപ്പോൾ അതിൽ പഠിച്ചതായിരുന്നു. സോ ഇവിടെ അതിനെ റീഡയറക്റ്റ് ചെയ്ത് അടുത്ത പേജിലേക്ക് കൊണ്ടുപോകും.
So in how to use URL encoding, when you use URL encoding, a query string that consists of attribute value pairs is added to the end of the URL. അപ്പം URLന്റെ എൻഡിലായിട്ട് നമ്മളൊരു ആട്രിബ്യൂട്ട് വാല്യൂ പെയർ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട് നെയിം ഈക്വൽ ടു വാല്യൂ അത് കൊടുക്കുന്നത്. So the query strings are frequently used in hyperlinks and anchor elements. Anchor elements എന്ന് നമ്മൾ പറയുന്നത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് വാല്യൂ പാസ് ചെയ്യുന്നത്. So to pass information from one page to another page, നമ്മൾ അതിൻ്റെ റീഡയറക്റ്റ് ചെയ്യേണ്ട ലിങ്ക് കൂടെ നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യും. So query strings can also be used in the URLs that specified for response.redirect, response.redirect permanent or server transfer calls. They can be used in the postback URL property of the control button. ബട്ടൺ കൺട്രോളിൻ്റെ പോസ്റ്റ് ബാക്ക് URL പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് റെസ്പോൺസ് റീഡയറക്റ്റ് പെർമനൻറ്റ്, സെർവർ ട്രാൻസ്ഫർ കോൾസ്. നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിലേക്ക് മറ്റൊരു പേജിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ആ ബട്ടൺ കൺട്രോളിൻ്റെ അവിടെ പോസ്റ്റ് ബാക്ക് URL പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം. നമ്മൾ കൺട്രോൾ ബട്ടൺസ് ഒക്കെ പഠിച്ചതായിരുന്നു. സോ ഇവിടെ അതിനെ റീഡയറക്റ്റ് ചെയ്ത് അടുത്ത പേജിലേക്ക് കൊണ്ടുപോകും. Next topic is how to use URL encoding. In URL encoding, when you use a hyperlink, an anchor element, or a redirect or transfer method that specifies a URL for the current page, the page is processed as if it's been requested for the first time. So, നമ്മൾ URL encoding എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹൈപ്പർ ലിങ്കോ അല്ലെങ്കിൽ ഒരു ആങ്കർ എലമെൻറ്റോ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത സമയത്ത് ഒരു റീഡയറക്ഷൻ നമ്മൾ ട്രാൻസ്ഫർ മെത്തേഡ് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, സോ അവിടെ കറണ്ട് പേജിൻ്റെ URLും നമുക്ക് എങ്ങോട്ടേക്കാണോ ഇതിന് പ്രോസസ്സ് ചെയ്ത് പോവേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കും. ഓക്കെ, സോ ടു കോഡ് എ ക്യൂറി സ്ട്രിംഗ് ഫോളോ ദ URL വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്, the name of the attribute as equal sign and a value. To code two or more attributes, separate them with ampersand symbol. സോ നമ്മൾ ഈ ക്യൂറി സ്ട്രിങ്ങിനെ എൻ്റെ കോഡ് ചെയ്യുന്ന സമയത്ത് URL വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്, URLനെ ഫോളോ ചെയ്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ടിൻ്റെ പേരുണ്ടായിരിക്കും, ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും, വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ടോ അതിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സിനെ ആംപർസാൻഡ് സിംബൽ ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്നുള്ള എക്സാമ്പിൾ കാണാൻ പറ്റും. To retrieve the value of a query string attribute, use the query string property of the HTTP request object and specify the attribute name. So, ഇനി ഒരു ക്യൂറി സ്ട്രിംഗ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവിനെ റിട്രീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ക്യൂറി സ്ട്രിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആട്രിബ്യൂട്ട് നെയിം സ്പെസിഫൈ ചെയ്യണം. To refer the HTTP request object, use the request property of the page. പേജിൻ്റെ request property യൂസ് ചെയ്ത് HTTP request objectനെ നമുക്ക് റെഫർ ചെയ്യാം. ഓക്കെ, so different browsers impose different limits on the number of characters in the query string. So ഈ URLൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ ബ്രൗസേഴ്സിനും ഓരോന്നായിരിക്കും. So most of the browsers provide what at least 2000 characters. ഒരു URLൽ 2000 ക്യാരക്ടർ വരെ പ്രൊവൈഡ് ചെയ്യാവുന്ന ഉണ്ട്. പക്ഷെ അത്രയും നമ്മൾ എടുക്കത്തില്ല എങ്കിൽ അവർ പറഞ്ഞിരിക്കുകയാണ്. സോ ഹിയർ ഇസ് ദ 2 URLs വിത്ത് ക്യൂറി സ്ട്രിംഗ്. അപ്പം URL ആണ് ക്യൂറി സ്ട്രിംഗ്. അപ്പോൾ URL കോഡ് ക്വസ്റ്റ്യൻ മാർക്ക് വാല്യൂ ഈക്വൽ സൈന് അതിൻ്റെ ആട്രിബ്യൂട്ട് നെയിം ഈക്വൽ സൈന് വാല്യൂ. അപ്പം ഓർഡർ ഡോട്ട് ASPX ക്വസ്റ്റ്യൻ മാർക്ക് URL ആണ് ക്വസ്റ്റ്യൻ മാർക്ക്, അതിൻ്റെ കൂടെ എന്താണ് ആട്രിബ്യൂട്ട് നെയിം ഉണ്ട് ക്യാറ്റ് ഈക്വൽ സൈൻ വിത്ത് വാല്യൂ കോസ്റ്റ്യൂംസ്. ഇനി ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ക്യൂറി സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്യാറ്റ് എഫ്എക്സ് ആംപർസാൻഡ് സിംബൽ ഉപയോഗിച്ച് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് is anchor element with a URL that includes a query string. അപ്പോൾ ഇവിടെ ഒരു ക്യൂറി സ്ട്രിങ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആങ്കർ എലമെന്റ് വിത്ത് URL that include a query string. പിന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് that retrieves values of the query string attributes. സോ അതിന് വേണ്ടിയിട്ട് കാറ്റഗറി ഐഡിയും അത് പ്രൊഡക്റ്റ് ഐഡി അത് സ്ട്രിങ് ആയിട്ട് റിട്രീവ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മൾ എന്താണ് ആ വാല്യൂ, അതായത് URLന് നമ്മൾ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത്
URL എൻകോഡിങ്ങും പിന്നെ എങ്ങനെ കുക്കീസിനെ എനേബിളും ഡിസേബിളും ആക്കാവുന്നതാണ്. സോ ഈ ഒരു സെക്ഷനോട് കൂടി നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ എൻഡ് ചെയ്തിരിക്കുകയാണ്. So this is the whole topics we discussed in the second module. Okay. So assignment question: how cookies are enabled and disabled? Define URL encoding. Thank you.